ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. യൂണിറ്റ് നോക്കേണ്ട, അത് പഴയ സിലബസിൽ ഉണ്ടായിരുന്ന യൂണിറ്റ് ആയതുകൊണ്ടാണ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോ പ്രോസസ് കോസ്റ്റിംഗിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻപ് ചോദിച്ചിരുന്നത്, മുൻപ് എ സെക്ഷനിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അത് എന്ത് ചെയ്തു 5 മാർക്ക് അതുപോലെ തന്നെ 10 മാർക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്കറിയാം 3 ആണ്, ഇത് 6 ആണ്, ഇത് ഓൾറെഡി 10 തന്നെയാണ്. അപ്പോ ഈ ഒരു 4 വർഷത്തെ ഇത് എടുത്തു നോക്കുമ്പോൾ, അതായത് 2019 സിലബസിലെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തത്. അപ്പൊ അവർക്ക് ഫോർത്ത് സെം 2021, 22, 23, 24 ഇത്രയും വർഷങ്ങളിൽ നടന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു തവണ 2 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു തവണ, ഇവിടെ 2 തവണ, ഇവിടെ ഒരു തവണ. പിന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1, 2, 3 തവണ വെച്ചിട്ടുണ്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1, 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് അബ്നോർമൽ ഗെയിൻ? അബ്നോർമൽ ഗെയിൻ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 22 അതായത് 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, 21 22 ചോദിച്ചിട്ടുള്ളത് സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അബ്നോർമൽ ഗെയിൻ എന്നുള്ള സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 21 22 അബ്നോർമൽ ഗെയിൻ എന്താണ് എന്നുള്ളത്. എന്താ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനെക്കാളും കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയും അല്ലെ. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇൻപുട്ട്, ഒരു എക്സാമ്പിൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇൻപുട്ട് 1000 യൂണിറ്റ് ഇൻപുട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്നും നമുക്ക് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. എന്താ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നിന്നും നോർമൽ ലോസ് കുറച്ചാൽ കിട്ടുന്നതാണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. അപ്പോ ഈ ഇൻപുട്ടിൽ നിന്നും നോർമൽ ലോസ് 10% ആണെന്ന് കരുതുക. അപ്പൊ 1000-ൽ നിന്നും ലോസ് വരിക 100 രൂപയാണ്. ബാക്കി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് 900 ആണ്. ഈ 900-നെക്കാളും കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഏറെയുള്ള ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അബ്നോർമൽ ഗെയിൻ. പക്ഷെ നമുക്ക് നോക്കുക, ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടി? ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 950 കിട്ടി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 900 ആണ്, പക്ഷെ നമുക്ക് കിട്ടിയത് 950 ആണ്. അപ്പോ ആക്ച്വൽ ഔട്ട്പുട്ടിനെക്കാളും ഏറെ വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയും? ആക്ച്വൽ ഔട്ട്പുട്ടിനെക്കാളും കൂടുതൽ വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയും? അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസിനെക്കാളും കുറവാണ് നമ്മുടെ ആക്ച്വൽ ലോസ് എന്നുണ്ടെങ്കിൽ, എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് എത്ര? 100 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ്. പക്ഷെ നമുക്ക് കിട്ടിയത്, നമ്മുടെ ലോസ് എത്ര ഉള്ളൂ? 50 ആണ് നമുക്ക് വന്നിട്ടുള്ള ലോസ്. അപ്പോ ഈ എക്സ്പെക്റ്റഡ് ലോസിൽ നിന്നും, അതായത് നോർമൽ ലോസിൽ നിന്നും ആക്ച്വൽ ലോസ് കുറക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഫിഗർ, നോർമൽ ലോസിനെക്കാളും കുറവാണ് ആക്ച്വൽ ലോസ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കുക. 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് റീപ്ലൈ ചെയ്യാം. അബ്നോർമൽ ഗെയിൻ ഓക്കെ ആണോ അല്ലേ എന്ന്. അബ്നോർമൽ ഗെയിൻ ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിക്കാം. അബ്നോർമൽ ഗെയിൻ റെഫേഴ്സ് ടു ദ അൺഎക്സ്പെക്ടഡ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ്. അൺഎക്സ്പെക്ടഡ് ഇൻക്രീസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയേ ഉള്ളൂ? 900 ഉള്ളൂ. അൺഎക്സ്പെക്ടഡ് ഇൻക്രീസ് എത്ര? ഇൻക്രീസ് 50 ആണ് ഇൻക്രീസ്. അപ്പൊ അൺഎക്സ്പെക്ടഡ് ഇൻക്രീസ് ഡ്യൂറിങ് എ പ്രോസസ്,
ബിയോണ്ട് ദ നോർമൽ ഓർ എക്സ്പെക്ടഡ് ലെവൽ. എക്സ്പെക്ടഡ് ലെവലിനേക്കാളുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇൻക്രീസിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് എപ്പോഴും ഒക്കർ ചെയ്യുക, ആക്ച്വൽ ലോസ് ഈസ് ലെസ് ദാൻ ആന്റിസിപ്പേറ്റഡ് നോർമൽ ലോസ്. ആക്ച്വൽ ലോസ് ആന്റിസിപ്പേറ്റഡ് നോർമൽ ലോസിനേക്കാളും കുറവായാലാണ് റിസൾട്ടിങ് ഇൻ എ സർപ്ലസ് ഓഫ് യൂണിറ്റ്. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും, സർപ്ലസ് യൂണിറ്റ് വരും എന്നുള്ളതാണ്. It is considered as abnormal because it is not a regular or expected outcome and usually arises due to improved efficiency. ഞാൻ എന്തിനാ കുറച്ചും കൂടെ അധികം കണ്ടന്റ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്ക് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാ. സത്യത്തിൽ ഈ 2 കണ്ടന്റ് എഴുതിയാൽ തന്നെ ഓക്കെ ആണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇങ്ങോട്ട് താഴെയുള്ളത് ഞാൻ ഇറ്റാലിക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ്, നോർമൽ രീതിയിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആൻസർ ഈ എഴുതിയ പറഞ്ഞ മനസ്സിലാകേണ്ടെന്ന് കരുതുന്നു. അത് നിങ്ങൾ ആൻസർ എഴുതി കൊടുത്ത് ഞാൻ ഈ ടെക്സ്റ്റിൽ മൊത്തം എഴുതിയ രീതി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആൻസർ എഴുതിയത് ഈ ഒരു ഏരിയ വരെ എഴുതിയത് എങ്ങനെയാണ്, ഇറ്റാലിക്കിലാണ്, നോർമൽ ഫോണ്ടിലാണ്. എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയത് ഇറ്റാലിക്കിലാണ്. അത് അഡീഷണലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം അങ്ങനെയാണ്, ഞാനെന്ത് ഈ ഒരു പ്രിന്റ് ഔട്ടിൽ മൊത്തം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എന്നുള്ളതാണ്. കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ താല്പര്യം, പിന്നെ കൂടുതൽ മാർക്ക് പിന്നെ എഴുതി കഴിഞ്ഞാലേ മാർക്ക് ഇടുള്ളൂ എന്നുള്ളടത്ത് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു സംവിധാനം. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് അബ്നോർമൽ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ ഓർ എക്സ്പെക്ടഡ് ഔട്ട്കം ആൻഡ് യൂഷ്വലി അറൈസസ് ഡ്യൂ ടു ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അബ്നോർമൽ ഗെയിൻ വരുന്നത്. ബെറ്റർ ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് നല്ല ക്വാളിറ്റിയുള്ള ഇൻപുട്ട് കിട്ടിയത് ഒരു കാരണമാവാം. ഓർ ഫേവറബിൾ വർക്കിംഗ് കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണമാവാം. എക്സാമ്പിൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയുന്നില്ല. ഇവിടെ ഉണ്ടോ, ഈ ഇതൊക്കെ പറഞ്ഞിട്ട് 920 യൂണിറ്റ് കിട്ടി, എക്സ്പെക്ട് ചെയ്തത് 900 ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കഴിയുന്നത്ര ഭംഗിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 3 മാർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ. ഓക്കെ ആണെന്ന് ഓൾറെഡി പറഞ്ഞതാണ് എല്ലാവരും. വാട്ട് ഈസ് സ്ക്രാപ്പ്? അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് സ്ക്രാപ്പ്? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്രാപ്പ്? വീട്ടിൽ നിന്ന് ഇന്നും പഞ്ചായത്തിൽ ആൾക്കാർ ഒന്ന് കൊണ്ടുപോകലില്ലേ പല സാധനങ്ങളും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോ ഇതില് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കേടുപാടൊക്കെ വന്ന് അതിന് വലിയൊരു വാല്യൂ ഒന്നും ഉണ്ടാവില്ല, ഒരു നെഗ്ലിജിബിൾ വാല്യൂ മാത്രമേ ആ പ്രൊഡക്റ്റിന് ഉണ്ടാവുള്ളൂ. അത്തരം സാധനത്തിനാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയാം. സ്ക്രാപ്പ് റെഫേഴ്സ് ടു റെസിഡ്യുവൽ മെറ്റീരിയൽ. റെസിഡ്യുവൽ എന്ന് പറഞ്ഞാൽ ബാലൻസ് മെറ്റീരിയൽ ഓർ വേസ്റ്റ് ദാറ്റ് ഈസ് ലെഫ്റ്റ് ഓവർ ഫ്രം എ മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ഹാസ് ലിറ്റിൽ ഓർ നോ വാല്യൂ. അതിന് ചിലപ്പം എന്തെങ്കിലും ലിറ്റിൽ വാല്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, നോർമൽ വാല്യൂ ആയിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് യൂസബിൾ ഫോർ ദ ഒറിജിനൽ പർപ്പസ്. നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ഇത് എടുത്തത് ആ ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ നമ്മള് ഒരു എന്താണ് ടിമ്പർ അല്ലെങ്കിൽ ഒരു എന്താണ് ഫർണിച്ചർ ഇൻഡസ്ട്രി ആണെന്ന് കരുതുക. അപ്പൊ ആ ഫർണിച്ചറിന്റെ ഇതില് പലപ്പോഴും ടിമ്പർ എന്തായിരിക്കും കൊണ്ടുവന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതൊന്നും അതിനെ സെറ്റ് ചെയ്ത് വരുമ്പോ കുറെ ഭാഗങ്ങൾ വെട്ടി ഒഴിവാക്കി നിർത്തി റെഡിയാക്കി ഒക്കെ വെക്കുന്നുണ്ടാവും. അത് നമുക്ക് 2 സാധനങ്ങൾ കിട്ടും. ഒന്നെങ്കിൽ എന്തിനായിരിക്കും വിറക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. എന്നാൽ അത് ആ ഫർണിച്ചറിന്റെ അതേ വാല്യൂവിന് അത് വിൽക്കാൻ കഴിയുമോ? മരം എടുത്ത് അതേ വാല്യൂവിൽ നമുക്ക് അത് വിൽക്കാൻ പറ്റൂല. അതേപോലെ തന്നെ മേശ ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോ കുറെ ഇങ്ങനെ ഉന്തി ഉരസി ഇടാക്കുമ്പോ കുറെ എന്താണ് ഇതൊക്കെ കിട്ടൂലെ, എന്താ അതിന് പറയാ, അതിനെന്താ പേര് വിളിക്കാന്ന് എനിക്കറിയില്ല, കമന്റ് ബോക്സിൽ അറിയുന്നവര് പറഞ്ഞാൽ മതി. അത് നമ്മൾ കത്തിക്കാനൊക്കെ എടുക്കും, ചില ഹോട്ടലുകാരൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതിന് ആ മരത്തിന്റെ വില കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. അപ്പൊ അത്തരം സാധനങ്ങൾക്ക് ചിലതിന് വാല്യൂ ഉണ്ടാവും, ചിലതിന് വാല്യൂ ഉണ്ടാവില്ല. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് യൂസബിൾ ഫോർ ഒറിജിനൽ പർപ്പസ്. ഒറിജിനൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം വെച്ചിട്ട് കസാര ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? കസാര അങ്ങനത്തെ സാധനമായിട്ട് കസാര ഉണ്ടാക്കി തന്നാൽ കസാര എടുത്ത ആളുകൾ എന്ത് ചെയ്യും? തലയിലടിക്കും. അതുകൊണ്ട് തന്നെ ഒറിജിനൽ പർപ്പസിന് പറ്റൂല. ബട്ട് മേ ഹാവ് മൈനർ റിവോക്കബിൾ വാല്യൂ. അത് റീകവർ ചെയ്യാൻ പറ്റുന്ന ഒരു റിവോക്കബിൾ അല്ല, റീകവറബിൾ വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. ഓഫൻ സോൾഡ് ആസ് ജങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഓർ യൂസ്ഡ് ഓർ റീയൂസ്ഡ് ഇൻ ഡിഫറെന്റ് ഫോം. മറ്റെന്തെങ്കിലും ഫോമിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും?
ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ സ്ക്രാപ്പ് എന്താണെന്നുള്ള ഒരു ചോദ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്തോ. പല ആൾക്കാർ ആ ബെഡിൽ അങ്ങനെ കിടന്നിട്ട് അതൊരു സൈഡിൽ വെച്ചിരിക്കായിരിക്കും. കമന്റ് ഞാൻ പറയുമ്പോ ടൈമിന് തരുന്നില്ല. ഓക്കെ ആണ്. ആ മയ്യാസൊക്കെ ഉണ്ടല്ലോ. മയ്യാസെ ഉഷാറല്ലേ? ഇതിനുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഫർദർ യൂസ്, സ്ക്രാപ്പ് ഹാസ് നോ ഫർദർ യൂസ്, ഫർദർ യൂസിന് പറ്റൂല സ്ക്രാപ്പ്. അതുപോലെ തന്നെ സ്മോൾ എമൗണ്ടിന് ചിലപ്പം വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്ക്രാപ്പ് മേ ഹാവ് സം സാൽവേജ് വാല്യൂ, ചെറിയൊരു സാൽവേജ് വാല്യൂ ഉണ്ടാവാം. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഫർദർ പ്രോസസ്സിംഗ്, ഫർദർ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നോർമൽ ലോസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോ തന്നെ ക്ലാസ്സിനെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോ എന്നാ അത് പഠിക്കണ്ടെന്നാ പല ആളുകളും പറയല്. അപ്പോ നോക്കി നോക്കണ്ടു, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. കഴിഞ്ഞ തവണക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അല്ല, കഴിഞ്ഞ തവണ അല്ല, മുമ്പത്തൊക്കെ FIUGP എനിക്ക് ധൈര്യമല്ല പറയാന്. മുമ്പൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെയല്ല ഇപ്പൊ പറയാൻ നല്ലത് അല്ലേ? അപ്പം നോർമൽ ലോസ് ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സ്പെക്ട്, കുറച്ച് വേർഡുകൾ നല്ലോണം ശ്രദ്ധിക്കുക നോർമൽ ലോസിൽ. എക്സ്പെക്റ്റഡ് എന്നുള്ള വേർഡ്, എക്സ്പെക്റ്റഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് ആണ്. അതുപോലെ തന്നെ ഇൻഹറന്റ് ആണ്, ഇൻഹറന്റ് അതില് നൈസർഗികമായി അല്ലെങ്കിൽ സന്തത സഹജമായി നടക്കുന്ന ലോസ് ആണ്. മറ്റൊന്ന് അൺഅവോയ്ഡബിൾ, നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. മൂന്ന് കീവേഡ് ഇതിൽ വന്നാൽ ആൻസർ കിട്ടും, മാർക്ക് കിട്ടും, കൺഫേം ആ. എക്സ്പെക്റ്റഡ് ലോസ് ആണ്. ഇൻഹറന്റ് ഇൻ ദ എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്, അല്ലെങ്കിൽ ഇൻഹറന്റ് എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൽ ഇൻഹറന്റ് ആയിട്ടുള്ള, അതിന്റെ നൈസർഗികമായി അതിന് നാച്ചുറലി സംഭവിക്കുന്നതാണ് അൺഅവോയ്ഡബിൾ. ഇത് ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റൂല. അൺഅവോയ്ഡബിൾ ആണ്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. നോർമൽ ലോസ്, നോർമൽ ലോസ്. ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്? മെസ്സേജ് ഒന്നും ഇപ്പൊ നോക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നോർമൽ ലോസ് എന്താണ് എന്നുള്ളത്, അൺഅവോയ്ഡബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റാൻ പറ്റൂല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോർമൽ ലോസ് റെഫേഴ്സ് ടു ദ അൺഅവോയ്ഡബിൾ എക്സ്പെക്ടഡ് ലോസ് ഓഫ് മെറ്റീരിയൽ ഓർ യൂണിറ്റ്സ് ഡ്യൂറിങ് എ മാനുഫാക്ചറിങ് പ്രോസസ്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? അൺഅവോയ്ഡബിൾ ആൻഡ് എക്സ്പെക്ടഡ് ലോസ് ആണ്. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെക്ടഡ് ലോസ് ഓഫ് മെറ്റീരിയൽ ഓർ യൂണിറ്റ് ഡ്യൂറിങ് എ മാനുഫാക്ചറിങ് ഓർ പ്രോസസ് ഓപ്പറേഷൻ അണ്ടർ എഫിഷ്യന്റ് ആൻഡ് സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻ. എഫിഷ്യന്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് ആണ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതായത് നമുക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റൂല, സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, എക്സാമ്പിൾ വീണ്ടും പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ 10% പറഞ്ഞു, അതേപോലെ തന്നെ 5% ഉണ്ടാവുന്ന ഒരു കേസാണ് ഈ പറഞ്ഞത്. നോർമൽ ലോസ് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യുക. ഒഴിവാക്കാൻ പറ്റാത്ത ലോസ് ആണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ആണ്, ഇന്നെവിറ്റബിൾ ആണ്. ഫിക്സ്, സാധാരണഗതിയിൽ ഇൻപുട്ടിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ആണ് അതെന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് നമുക്ക് പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കീ പോയിന്റുകൾ കൊടുത്തതാണ്. ഈ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ. കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത്. ആൻസർ സെറ്റ് ആണെന്ന് കരുതുന്നു. ഇതാണ് 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ആണുള്ളത് അല്ലെ. 1, 3, 4 ക്വസ്റ്റ്യൻ. അതിൽ 2 തവണ ഇതന്നെ റിപ്പീറ്റഡ് അല്ലേ, അതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ബിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വോയിസ് ഒക്കെ ഓക്കെ ആണെന്ന് കരുതുന്നു അല്ലെ, സെറ്റ് അല്ലേ?
കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്താ ചാറ്റായി പോയത്? ഓക്കെ, സെറ്റാണ്. അപ്പം സെക്ഷൻ ബി, ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഇൻ ഈച്ച് പ്രോസസ്. ഇത് 6 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 ഒക്കെ തന്നിട്ടുണ്ട്. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ്ഡ്, പ്രോസസ് 1-ലല്ലേ ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 2000 യൂണിറ്റ് ആണ് ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് 1900 യൂണിറ്റ് ആണ്. 1900 യൂണിറ്റ് ആണ്. നോർമൽ ലോസ് എത്രയാണ്? 10%. നോർമൽ ലോസ് എത്രയാണ്? 10%. അപ്പോ ഒന്നാമത്തെ പ്രോസസ്സിന്റെ കാര്യം ആദ്യം തീരുമാനാക്കുക. ഒന്നാമത്തെ പ്രോസസ്സിൽ 2000 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതില് 2000ന്റെ 10% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ 2000ന്റെ 10% എന്ന് പറഞ്ഞാൽ 200 ലോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 200 ലോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 1800 യൂണിറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 1800 ആണ്. എന്നാൽ നമുക്ക് കിട്ടിയത് ഔട്ട്പുട്ട് എത്ര? ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1900 യൂണിറ്റ് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 1900 യൂണിറ്റ് ആണ്. 2000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 200 ലോസ് ആണ്. 1800 ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 1800 ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1900 ആണ്. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോൾ ഇടാം. എത്രയാണ് അബ്നോർമൽ ഗെയിൻ? പോൾ ഇടാട്ടോ. യെസ്, എത്രയാണ് പ്രോസസ് എയിൽ വരുന്ന അബ്നോർമൽ ഗെയിൻ? എത്രയാണ്? യെസ്, ഓക്കെ. അപ്പോ 100, കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആളുകൾ ഇതൊന്നും മെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും 100 ആണ് പറയുന്നത്. നോക്കാം, പ്രോസസ് 1ന്റെ ആൻസർ ഞാൻ ഇവിടെ കാണിക്കാം. പ്രോസസ് 1-ൽ നോക്കൂ. പ്രോസസ് 1-ൽ എത്ര? 2000 യൂണിറ്റ് ആണ്. അതിൽ 200 നോർമൽ ലോസ്. എക്സ്പെക്ട് ചെയ്യുന്ന 1800 ആണ്. ആക്ച്വൽ എത്രയാണ്? 1900 ആണ്. അബ്നോർമൽ ഗെയിൻ എത്രയാണ്? 900 ആണ്. അബ്നോർമൽ ഗെയിന് 900. ഇനി രണ്ടാമത്തേല് നോക്കുക. രണ്ടാമത്തേൽ എന്താണ്? രണ്ടാമത്തേല് ഇൻപുട്ട് തന്നിട്ടില്ല. എന്താ ഇൻപുട്ട് തരാതിരിക്കാൻ കാരണം? നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടാമത്തേലെ ഇൻപുട്ട് 1900 വരും. ഈ 1900ന്റെ 20% നോർമൽ ലോസ് ആണ്. 20% നോർമൽ ലോസ് ആണ്. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 1600 ആണ്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. എത്രയായിരിക്കും നമ്മുടെ അബ്നോർമൽ ഗെയിൻ എന്നുള്ളത്? ഒന്ന് പറഞ്ഞേ, അബ്നോർമൽ ഗെയിൻ എത്രയാണെന്നുള്ളത്.
അപ്പോ ഇതൊക്കെ 5 ഷോർട്ട് എസ് എ അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലേ? സിമ്പിൾ അല്ലേ കണ്ടിട്ട്? യെസ് യെസ് ഓക്കെ. എല്ലാരും എന്താണ്, ഒരാൾ മാത്രം നോഗേന്, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും കുഴപ്പമില്ല, കാര്യങ്ങൾ മനസ്സിലായല്ലോ. നോക്കുക, 1920 അല്ല 1900 നമുക്ക് കിട്ടിയത്. ഈ 1900-ല് 20% എന്ന് പറഞ്ഞാൽ നോർമൽ ലോസ് 380 വരും. എങ്ങനെ കിട്ടിയത്? 1900-ന്റെ 20% ഇൻറ്റു 20/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? 380 വരും. അപ്പൊ 1900-ന്ന് 380 കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എത്രയാണ്? 1520 ആണ്. 1520 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് 1600 ആണ്. അപ്പൊ ഗെയിൻ എത്രയാണ്? 80 ആണ്. ഗെയിന് 80 ആണ്. ഇനി മൂന്നാമത്തെ നോക്കുക. മൂന്നാമത്തേല് ഔട്ട്പുട്ട് എത്ര? 1300 ആണ്. ഔട്ട്പുട്ട് എത്ര? 1300 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് നമുക്കറിയാം 1600. ഈ 1600-ല് 1300 കിട്ടി. 25% നമുക്ക് ലോസ് വരുന്നത്. അപ്പൊ 1600-ന്റെ 25% കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനേക്കാളും ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ആ എയർ ഉള്ളതാണ് അബ്നോർമൽ ഗെയിൻ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ പോളൊന്നും ഇടുന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി എത്രയാണ് എന്നുള്ളത്. നോക്കി നോക്കുക. സിമ്പിൾ ആണ് അല്ലെ? 1600 1600-ന്റെ 25% എന്ന് പറഞ്ഞാൽ 400 ആണ്. 400 കുറച്ച 1200 കിട്ടും. 1200. ഈ 1200-ന്ന് 1200 ആണ് എക്സ്പെക്റ്റഡ്. പക്ഷെ ആക്ച്വലി നമുക്ക് എത്ര കിട്ടി? 1300 കിട്ടി. അപ്പോ എക്സ്പെക്റ്റഡിനേക്കാളും ഔട്ട്പുട്ട് കൂടുതലാണ് 1300 എന്ന് പറയുമ്പോൾ. അപ്പൊ എത്ര? 100 ആണ്. 100 ആൻസർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആൻസർ കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? യെസ് ഓർ നോ? ആരാണ് ഇവിടെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കണേ? ഈ സ്ക്രീൻഷോട്ട് അടിക്കണൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രീഫ്ലി റൈറ്റ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാ പറഞ്ഞത്. നോക്കുക, ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 6 മാർക്ക് കിട്ടണോ മാക്സിമം നിങ്ങൾ ഒരു 1.5 പേജെങ്കിലും എഴുതാൻ ശ്രമിക്കുക. 1.5 പേജെങ്കിലും. അപ്പൊ ആദ്യം പ്രോസസ് കോസ്റ്റിംഗിന്റെ എന്ത് കൊടുക്കുക? നിങ്ങൾ ഇത് 1.5 പേജൊക്കെ എങ്ങനെ എഴുതുകയാണ്? ഞാൻ പറഞ്ഞപ്പോ തന്നെ പല ആളുകളെയും ചിന്ത അതായിരിക്കും, എങ്ങനെയാണ് സാറേ ഈ 1.5 പേജൊക്കെ 6 മാർക്കിന് എഴുതി ഉണ്ടാക്കുക? അതിനെ നേരം ഒന്നുമില്ല. ആദ്യം പ്രോസസ് കോസ്റ്റിംഗ് എന്താന്നുള്ള ഒരു മീനിങ് കൊടുക്കുക. അതിനുശേഷം നമുക്കുള്ള കണ്ടന്റുകൾ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെറുതാക്കി ഓരോന്ന് എന്ത് എഴുതിക്കോളി, താഴോട്ട് എഴുതിക്കോളി. എന്നിട്ട് ഈ കണ്ടന്റ് വിശദീകരിച്ചാൽ മതി. ഒരു കാര്യം പറഞ്ഞതാ, ഈ മീനിങ്ങും ഈ കണ്ടന്റും മെയിൻ കണ്ടന്റ് മാത്രം എഴുതി, മെയിൻ ആയിട്ടുള്ള ഹെഡിങ് മാത്രം എഴുതി 90% എക്സാമിനറും ഇതിനുള്ളിലത്തത് വായിച്ചു നോക്കൂല. 90% തന്നെയാണ് ഞാൻ പറയുന്നത്, വായിച്ചു നോക്കൂല. മാർക്ക് കൂടുതൽ കിട്ടും ചെയ്യും. കാരണം ഇവൻ എന്തോ അല്ലെങ്കിൽ ഇവൾക്ക് എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും.
തമാശ പറയില്ല. ഓക്കെ, അപ്പോ നോക്കുക പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വേർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. എവിടെയാണ് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുക? പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണ്. ആൻഡ് ദ പ്രൊഡക്ട്സ് ആർ ഐഡന്റിറ്റിയൽ, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് അക്യുമുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദെൻ ആവറേജിംഗ് ദം ഓവറോൾ യൂണിറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ യൂണിറ്റിലേക്ക് മാറ്റും. ഇത് ആവറേജ് ചെയ്യല്ലേ? പ്രോസസ് കോസ്റ്റിംഗിലെ യൂണിറ്റുകൾ ആവറേജ് അല്ലേ ചെയ്യുക നമ്മള്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് എന്ത് ചെയ്തത് പറയുന്നത്. അപ്പൊ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഡക്റ്റുകൾ നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ, അത്തരം ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് എന്ത്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഏതെന്ന് പറയുന്നത് എന്താണ്? ഈ ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നേരെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതരുത്. അതാണ് എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എവിടെ ഉപയോഗിക്കുക? കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്തുന്നിടത്തേ ഉപയോഗിക്കുള്ളൂ അല്ലെ? പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് വേർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് യൂണിറ്റ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ, അല്ലെങ്കിൽ യൂണിറ്റ്സ് ആർ ഹോമോജീനിയസ് സച്ച് ആസ് കെമിക്കൽ, ടെക്സ്റ്റൈൽസ്. അതിനെന്താണ്? ഇങ്ങനെ ഒരു ചെറിയൊരു നോട്ട് കൊടുക്കുക ഇതിന്റെ ഉള്ളില്. രണ്ടാമത്തെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഒന്ന് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? ഹോമോജീനിയസ്, അതായത് ഐഡന്റിറ്റിക്കൽ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തത് കോസ്റ്റ് അക്യുമുലേഷൻ ബൈ പ്രോസസ്. കോസ്റ്റുകൾ നമ്മൾ എങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പോലെ എങ്ങനെ കോസ്റ്റ് എങ്ങനെ കൊടുക്കുക? ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുക. ഓരോ പ്രോസസ്സിലേക്കാണ് കോസ്റ്റ് കൊടുക്കുക. പിന്നെ ഇതിൽ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ഉണ്ട്. ലോസസ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ ആർ ആന്റിസിപ്പേറ്റഡ്, അതിനെ നോർമൽ ലോസ് എന്ന് വിളിക്കും. ഓർ അൺഎക്സ്പെക്ടഡ്, അതിനെ അബ്നോർമൽ ലോസ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് അറിയുന്ന കണ്ടന്റ് തന്നെ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ വന്ന പോയിന്റുകളേ ഉള്ളൂ. ആവറേജ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന. ആവറേജ് കോസ്റ്റിംഗ് ആണ്. കാരണം എന്താ? കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ നമ്മൾ കാണുന്നത്? ആവറേജ് കോസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ. ഓക്കെ, സീക്വൻഷ്യൽ പ്രോസസ്. സീക്വൻഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്ഷൻ ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓർ പ്രോസസ് വേർ ഔട്ട്പുട്ട് ഫ്രം വൺ ബിക്കം ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ്. ഇതാണ് സീക്വൻസ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് ഒരു 3 പ്രോസസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടുത്തെ ഇൻപുട്ട്, ഇവിടുത്തെ ഇൻപുട്ട് ആയിരിക്കും മറ്റോടത്തെ എന്ത്? ഇവിടുത്തെ ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടുത്തെ ഇൻപുട്ട്. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണോ, ഇവിടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എന്താണോ, അതാണ് ഇവര് എന്ത് ചെയ്യുക? ഇൻപുട്ട് ആയിട്ട് മാറ്റുക. അപ്പൊ ഒന്നിന്ന് മറ്റൊന്നിലേക്കുള്ള സീക്വൻഷ്യൽ ആണ് എന്നാ പറഞ്ഞത്. അതാണ് സീക്വൻഷ്യൽ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ സീക്വൻഷ്യൽ പ്രോസസ്, ദ പ്രൊഡക്ഷൻ ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓർ പ്രോസസ് വേർ ഔട്ട്പുട്ട് ഫ്രം വൺ ബിക്കം ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ്, ഇൻപുട്ട് ടു ദ നെക്സ്റ്റ്. രണ്ടാമത്തേനുള്ള ഇൻപുട്ട് ആണ്. പിന്നെ യൂണിഫോം ട്രീറ്റ്മെന്റ്. യൂണിഫോം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേ ട്രീറ്റ്മെന്റ് ആണ്. ഓൾ യൂണിറ്റ് പാസിംഗ് ത്രൂ എ പ്രോസസ് റിസീവ് ദ സെയിം ആവറേജ് കോസ്റ്റ്. എല്ലാത്തിനും ഒരേ ആവറേജ് കോസ്റ്റ് ആണ് എന്ത് ചെയ്യുക? വരിക എന്നുള്ള പോയിന്റ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് പ്രോസസ് കോസ്റ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? യെസ് ഓർ നോ? ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത്. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഷോർട്ട് ടേമിൽ ഉണ്ടാക്കുന്ന അതാണ് അല്ലെ? ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതോട് കൂടി ആ പ്രൊഡക്റ്റിൻ്റെ കഴിഞ്ഞു. എന്നാൽ പ്രോസസ് കോസ്റ്റിംഗിൽ എന്താ? പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗിൽ വരിക. നമുക്ക് വായിച്ചു നോക്കാം ഡെഫിനിഷൻ. കോസ്റ്റിംഗ് മെത്തേഡ്. ഇതെന്താണ്? ഒരു കോസ്റ്റിംഗ് മെത്തേഡ് ആണ് വേർ കോസ്റ്റ് ആർ അസൈൻഡ് ടു സ്പെസിഫിക് ജോബ് ഓർ ഓർഡർ, ഈച്ച് യൂണീക്ക് ഇൻ നേച്ചർ. എന്താണ് ഈച്ച് ഇൻ യൂണീക്ക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാതും ഒന്നിൽ നിന്നും മറ്റൊന്ന് എന്താണ് വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈച്ച് യൂണീക്ക് ഇൻ നേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഈച്ച് യൂണീക്ക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് മെത്തേഡ് വേർ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ കണ്ടിന്യൂസ് പ്രോസസ് പ്രൊഡ്യൂസിങ് ഐഡന്റിറ്റിക്കൽ യൂണിറ്റ്സ്. കോസ്റ്റിംഗ് മെത്തേഡ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? വേർ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ കണ്ടിന്യൂസ് പ്രോസസ് പ്രൊഡ്യൂസിങ് ഐഡന്റിറ്റിക്കൽ ഐഡന്റിക്കൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്.
നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ സ്മോൾ സ്കെയിൽ ആണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ. നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ ആണ്. എന്നാൽ സ്മോൾ സ്കെയിൽ ആണ് മാത്രമല്ല, ഓരോ ജോബും ഡിഫറെന്റ് ആണ്, ഓരോ ജോബും കസ്റ്റമൈസ്ഡ് ആണ്. എന്നാൽ ഇവിടെ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ആൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ ഹോമോജീനിയസ്. എല്ലാം ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആണ്, അതായത് ഐഡന്റിറ്റിക്കൽ ആണ്. ഇവിടെ ഡിഫറെന്റ് ആണ്. ജോബ് കോസ്റ്റിംഗ് നമ്മൾ ഉദാഹരണം പറഞ്ഞത് ഫ്ലെക്സ് ഉണ്ടാക്കുക, എന്നാലും ഉദാഹരണം പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ കണ്ടിന്യൂസ് ആണ്. ഇവിടെ കണ്ടിന്യൂസ് അല്ല, സ്മോൾ സ്കെയിൽ, ചെറിയ രീതിയിൽ ഒരാളെ പണി കഴിഞ്ഞാൽ അയാളത് കഴിഞ്ഞു വേറെ ചെയ്യാം. അതാണ് ജോബ് കോസ്റ്റ്. ഇനി കോസ്റ്റ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓരോ ജോബിനും സെപ്പറേറ്റ് ആയി അക്യുമുലേറ്റ് ചെയ്യുക. ഇന്ന് അവിടെ കോസ്റ്റ് എങ്ങനെയാണ്? ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്ത് ചെയ്യുക? അക്യുമുലേറ്റ് ചെയ്യുക. ഇവിടെ ജോബിന് അക്യുമുലേറ്റ് ചെയ്യും, ഇവിടെ ഓരോ പ്രോസസ്സിന് അക്യുമുലേറ്റ് ചെയ്യും എന്നുള്ള മാറ്റം. അടുത്തത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഐഡന്റിഫയബിൾ ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ്, ഓരോന്നും വ്യത്യസ്തമാണ്. എന്നാൽ ഇവിടെ പ്രൊഡക്റ്റ് സിമിലർ ആണ്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഈച്ച് അതർ. ഒന്നിൽ നിന്നും മറ്റൊന്ന്, ഓരോന്നിലുള്ളത് എന്താണ്? വ്യത്യസ്തം നമുക്ക് കാണാൻ പറ്റൂല. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന, ഒരു പ്രോസസ്സിൽ ഉണ്ടാക്കുന്ന ഒക്കെ ഒരേ പ്രോഡക്റ്റ് അല്ലേ, സിമിലർ പ്രോഡക്റ്റ് അല്ലേ ഉണ്ടാക്കുക. അതുകൊണ്ടാണ്. കോസ്റ്റ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ ജോബ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഓൾ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദാറ്റ് ജോബ്. കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കോസ്റ്റും ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? കോസ്റ്റ് പെർ ജോബ് കാണാം. കോസ്റ്റ് പെർ ജോബ് എങ്ങനെ കാണും? ആ ജോബിലുള്ള മുഴുവൻ കോസ്റ്റും കൂട്ടുക, അത്ര തന്നെ. അതിൽ പിന്നെ ആവറേജ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. എന്നാൽ ഇവിടെ എങ്ങനെ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല? എങ്ങനെ? ബൈ ഡിവൈഡിങ് ടോട്ടൽ പ്രോസസ് കോസ്റ്റ് ബൈ ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെ കാണുക? ടോട്ടൽ കോസ്റ്റിനെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കാണുക. ഓക്കെ. ലോസ് ട്രീറ്റ്മെന്റ് എന്താണ്? ലോസ് ഈസ് നോട്ട് ജനറലി എക്സ്പെക്ടഡ്. അങ്ങനെ ജനറലി എക്സ്പെക്ട് ചെയ്യുന്നതല്ല. എനി ലോസ് ഈസ് ചാർജ് ഡയറക്ട്ലി ടു ദ സ്പെസിഫിക് ജോബ്. ഓരോ കോസ്റ്റ്, എന്ത് ലോസ് ഉണ്ടെങ്കിലും ആ ലോസിലേക്ക് എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ജോബിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നോർമൽ ലോസ് എന്താണ്? ആന്റിസിപ്പേറ്റഡ് ആണ്. അബ്നോർമൽ ലോസ് എന്താണ്? നമ്മൾ സെപ്പറേറ്റ്, അബ്നോർമൽ ലോസോ ഗെയിനോ ഹാൻഡിൽഡ് സെപ്പറേറ്റ്ലി. അതായത് അബ്നോർമൽ ഗെയിനോ ലോസോ ഉണ്ടെങ്കിൽ, അബ്നോർമൽ ഗെയിനോ ലോസ്, നല്ല മഴ ഉണ്ടല്ലേ, സൗണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുണ്ടോ? സൗണ്ടിന് ഇഷ്യൂ ഉണ്ടോ? മഴ, നല്ല മഴയാണ്, ഒന്ന് പറയണേ. സൗണ്ട് അലമ്പാവുണ്ടോ? ഇല്ല, ഓക്കെ. അപ്പൊ ഇവിടെ നോർമൽ ലോസ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ആ നോർമൽ ലോസ് അതുകൊണ്ട് തന്നെ ഓരോ പ്രോസസ്സിലും ഡയറക്റ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്ത് പോകും. എന്നാൽ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യും? മാറ്റും എന്നുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെപ്പറേറ്റ് അത് മാറ്റും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വർക്കിംഗ് പ്രോഗ്രസ് ഈസ് യൂഷ്വലി ട്രാക്ക്ഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും ട്രാക്ക് ചെയ്യുന്നുള്ളതാണ്. എന്നാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ ഈസ് ട്രാക്ക്ഡ് അറ്റ് പ്രോസസ് ലെവൽ, ഓഫൻ യൂസിങ് ഈക്വലന്റ് യൂണിറ്റ്. നമ്മൾ ഈക്വലന്റ് യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യത്തില് ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് വെരി ലോ ആണ്, വല്ലാതെ ഉണ്ടാവില്ല. അവസാനം കാരണം എന്താ? നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് കാണാൻ ഓരോ വർഷത്തിന്റെയും ആ അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിലാണ്. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിങ് പീരീഡിൽ എൻഡിൽ നമുക്ക് എത്ര ജോബാണോ ഉള്ളത്, ആ ജോബിന് മാത്രമേ വർക്ക് ഇൻ പ്രോഗ്രസ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഇൻ പ്രോഗ്രസ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ ആയിരിക്കും. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഹൈ ആയിരിക്കും വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാനിതൊരു 5-8 കൊടുത്തതാണ്. ഒരു 5-6 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഇത് ജസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത സാധനം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എഴുതാവുന്നതാണ് കേട്ടോ. ടെക്സ്റ്റിൽ പ്രിന്റ് ഔട്ടിൽ ഞാൻ തന്നിട്ടുള്ള സാധനമായാലും ഓക്കെയാണ്. കോസ്റ്റ് കൺട്രോൾ ആൻഡ് അനാലിസിസ് ഈ ജോബ് സ്പെസിഫിക്. കോസ്റ്റ് കൺട്രോൾ എങ്ങനെ? ഓരോ ജോബിലുമാണ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് കൺട്രോളും അനാലിസിസും നമ്മൾ ചെയ്യുന്നത് എങ്ങനെ? ജോബ് സ്പെസിഫിക്. ജോബ് കോസ്റ്റിംഗിൽ ജോബിനെ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. ഓരോ ഇൻഡിവിജ്വൽ ഓർഡറിനും നമ്മൾ എന്ത് ചെയ്യും? അത് നടത്തും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എന്താണ്? കോസ്റ്റ് കൺട്രോൾ ഫോക്കസസ് ഓൺ എഫിഷ്യൻസി ഓഫ് പ്രോസസ്സസ്. ഓരോ പ്രോസസ്സസിലുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക.
അതിന്റെ എഫിഷ്യൻസിയിലാണ് ഫോക്കസ് ചെയ്യുക. എന്നാൽ ഇവിടെ ഓരോ ജോബിനും ഇൻഡിവിജ്വൽ ജോബിലേക്കുമാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഡോക്യുമെന്റേഷൻ. ഇവിടെ നമ്മൾ ഉണ്ടാക്കുക ജോബ് കാർഡ്, ജോബ് കോസ്റ്റ് ഷീറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, യൂസസ് പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് പ്രൊഡക്ഷൻ റിപ്പോർട്ട്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബിനും ഓരോ ജോബ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ജോബ് കാർഡ് ഉണ്ടാക്കും. ഇവിടെ ആണെങ്കിലോ പ്രോസസ് കോസ്റ്റിംഗിലാണെങ്കിലോ അക്കൗണ്ടും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ റിപ്പോർട്ടുകളൊക്കെയാണ് എന്ത് ചെയ്യുക, ഡോക്യുമെന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഇൻഡസ്ട്രിയിലാണ് ഇത് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, റിപ്പയറിംഗ്, കൺസ്ട്രക്ഷൻ തൽക്കാലം ഒഴിവാക്കി, പ്രിന്റിങ്, ഷിപ്പ് ബിൽഡിങ്, കസ്റ്റം മാനുഫാക്ചറിങ്, റിപ്പയർ, ഇത്തരം സാധനങ്ങളൊക്കെയാണ്. ഇത് ചെറിയ ഷോർട്ട് ടൈമിലുള്ള ചെറിയ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാവും. അതായത് ചിലപ്പോ എന്ത് ചെയ്യാ, ഒരു പ്ലാസ്റ്ററിങ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോണി ഉണ്ടാക്കി കൊടുക്കുക, സ്റ്റെയർ കേസ് ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ ചെറിയ ജോബായിരിക്കും. അല്ലാതെ വലിയ ഡാമോ ബ്രിഡ്ജോ വീടൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള കൺസ്ട്രക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ മാനുഫാക്ചറിങ്, ടെക്സ്റ്റൈൽസ്, ഫുഡ് പ്രോസസിങ്, ഓയിൽ റിഫൈനിങ്, പെയിന്റ് പ്രൊഡക്ഷൻ ഒക്കെയാണ് ഏതിന് എക്സാമ്പിള്, പ്രോസസ് കോസ്റ്റിംഗിന് എക്സാമ്പിൾ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറുതാണ്. മേ വേരി ടൈം ആൻഡ് കോസ്റ്റ്, കോസ്റ്റ് അക്യുമുലേഷൻ എൻഡ്സ് വെൻ ജോബ് കംപ്ലീറ്റ്സ്. ഇത് ടൈം പീരീഡ് എന്ന് പറയുമ്പോഴേ ജോബിന്റേത് എന്താണ്, ഓരോ ജോബിനും വ്യത്യസ്തമായ ടൈം ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഓരോ ജോബിനനുസരിച്ച് ജോബ്സ് മേ വേരി ഇൻ ടൈം. ഓരോ ജോബും ഓരോ ടൈം അല്ലേ വരിക. എനിക്ക് ഈ ജോബിന് ചിലപ്പോ 100 പ്രിന്റ് ഉണ്ടാക്കാനായിരിക്കും, അത് ചിലപ്പോ 10 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വേണ്ടി വരുള്ളൂ അത് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ. മറ്റേത് 1000 ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് ടൈം ക്ലിയർ ചെയ്യാൻ അതിലേറെ ടൈം വരും. അപ്പൊ ഓരോ ജോബിനനുസരിച്ച് മാറ്റം വരും. ഇവിടെ കോസ്റ്റിംഗ് ഈസ് പീരിയോഡിക്, ടിപ്പിക്കലി മന്ത്ലി, കവറിംഗ് ഓൾ യൂണിറ്റ് പ്രോസസ്ഡ്. ഇത് നോർമലി എന്താ ചെയ്യാച്ചാ, ഇതിന്റെ കോസ്റ്റിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി എന്നുള്ള രീതിയിലാണ് കോസ്റ്റിംഗ് ചെയ്യുക. ഇവിടെ ഓരോ ജോബ് അവസാനിക്കുന്നതനുസരിച്ചും നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. കോസ്റ്റ് അക്യുമുലേഷൻ എൻഡ്സ് വെൻ ജോബ് കംപ്ലീറ്റ്സ്. ജോബ് കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ആവില്ലല്ലോ, പ്രോസസ് 24 മണിക്കൂറും ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവില്ലല്ലോ ഒരു നിലക്കും. അതുകൊണ്ട് അതൊരു പീരിയോഡിക്കലി ചെയ്യും. പീരിയോഡിക്കലി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒക്കെയാണ് എന്ത് ചെയ്യുക. എക്സാമ്പിളും കൂടെ കൊടുത്തിന് ഫർണിച്ചർ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇവിടെ എന്താണ് 10,000 ലിറ്ററിന്റെ പെയിന്റ് ഉണ്ടാക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് മറ്റൊരു എക്സാമ്പിൾ. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇതുപോലത്തെ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഞാൻ കുറച്ചധികം കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വലുതാക്കിയതാണ്. 6 പോയിന്റെങ്കിലും ഡിഫറൻസ് ബിറ്റ്വീനിൽ വേണം, 6 മാർക്കിനല്ലേ. അപ്പൊ 6 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കൊണ്ടുവരാൻ നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പോഴും എഴുതുമ്പോൾ എന്ത് ചെയ്യരുത്, പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ പോകരുത്. എങ്ങനെ തന്നെ എഴുതണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, എഴുതണം. എന്തോ സൗണ്ട് ക്ലിയർ ആണ്. അല്ല, ഇവിടെ വീഡിയോ എന്ന് നേരത്തെ പറഞ്ഞതാലെ ഒരു കോഡ് വന്നപ്പോഴേ എനിക്ക് സംശയമായി, അതുകൊണ്ടാണ്. അതായത് 6 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇത്രയൊക്കെ തന്നെ, 3 ചോദ്യമാണ് ഇതിൽ വന്നത്, 6 മാർക്കിൻ്റെത് കൊടുത്തു. ഇനി എസ് എയിലേക്കാണ് പോകുന്നത്. എസ് എ നോക്കാം. എസ് എ ഇത് ഇനി പ്രോബ്ലത്തിലേക്കാണ് വരുന്നത് കേട്ടോ. നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഫ്രഷ് ആവുക. തിയറി ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നല്ല രീതിയിൽ ഓക്കെ ആയിരിക്കും. ക്ലാസ് ഒക്കെ ഓൾറെഡി കേട്ടണമെങ്കിൽ പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പ്രോബ്ലം ഒന്ന് നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കാം. ഒന്നാമത്തെ, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ പ്രോസസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആൻഡ് നോർമൽ ലോസ് അക്കൗണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? 10 മാർക്കിന്റെ ചോദ്യമാണ്. എന്തൊക്കെയാണ്? പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമൽ ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽ ഇൻപുട്ട് എത്രയാണ്? 840 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന്റെ വില 40 രൂപയാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് 840 യൂണിറ്റ് ആണ്. ഒന്നിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 40 രൂപയാണ്. അപ്പൊ റോ മെറ്റീരിയലിന്റെ വില കിട്ടി. ഡയറക്റ്റ് ലേബർ എത്രയാണ്? 5,924 ആണ്. ഡയറക്റ്റ് വേജസ് 8,000 ആണ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞത് ഡയറക്റ്റ് വേജസിന്റെ 100% ആണ്. എത്രയാണോ വേജസ് അതിന്റെ 100%. വേജസ് 8,000 ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്രയാണ്? 8,000 ആണ്. കാരണം 100% അല്ലേ. ആക്ച്വൽ യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ് എത്ര? 750. അതായത് 840 യൂണിറ്റ് നമ്മൾ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എത്രയുള്ളൂ? 750 ഉള്ളൂ. നോർമൽ ലോസ് എത്രയാണ്? 15% ആണ്.
840ന്റെ 15% നോർമൽ ലോസ് ഉണ്ട്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചിട്ടാണ് സ്ക്രാപ്പ് വാല്യൂ ഉള്ളത്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ നോക്കാം. ഒറ്റ പ്രോസസ് അക്കൗണ്ടും അതുപോലെ തന്നെ നോർമൽ ആൻഡ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും ഉണ്ടാക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇൻപുട്ട് 840 × 40. അപ്പൊ ഒരു ഇത് കിട്ടി. ഡയറക്റ്റ് മെറ്റീരിയൽ 5924, ഡയറക്റ്റ് വേജസ് 8000, പ്രൊഡക്ഷൻ ഓവർഹെഡ് 100%, അതായത് 8000 തന്നെ വരും. ഇനി ആക്ച്വൽ യൂണിറ്റ് 750, നോർമൽ ലോസ് 15%. നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ, നോർമൽ ലോസ് ക്വാണ്ടിറ്റി എന്ന് കമന്റ് ചെയ്തേ, നോർമൽ ലോസിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കമന്റ് ചെയ്തേ. 840ന്റെ യൂണിറ്റ് ആണ്. അപ്പൊ അതിന്റെ 15% കണ്ടാൽ മതി. 84 42 120. യെസ്, ഒന്ന് കമന്റ് ചെയ്ത്. ഞാൻ ആൻസറിലേക്ക് പോവാണ്. റോ മെറ്റീരിയൽ 840 × 840 × 40 റോ മെറ്റീരിയൽ 126. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. 840 × 40 എന്ന് പറഞ്ഞാൽ 33,600 റോ മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ വേറെ തന്നെ മെറ്റീരിയൽ ഉണ്ട്. റോ മെറ്റീരിയലിന് പുറമെ വേറെ മെറ്റീരിയൽ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എത്രയാണ് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്? റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോ, ഒരു മിനിറ്റ് കേട്ടോ, റോ മെറ്റീരിയൽ എന്റെ കോസ്റ്റ് പറഞ്ഞു. ഡയറക്റ്റ് മെറ്റീരിയൽ 5924. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, 5924 ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് കൊടുത്തു. ശേഷം ഡയറക്റ്റ് വേജസ് 8000, ഡയറക്റ്റ് വേജസ് 8000. എടാ, പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ കുറച്ച് ഊളുള്ളവന് ആൻസർ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്, അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. കോസ്റ്റ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അങ്ങനെ എഴുതിയാൽ തന്നെ 2-3 മാർക്ക് അതിന് കിട്ടി. നമ്മൾ അക്കൗണ്ടൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓവർഹെഡ് വേജസിന്റെ 100%. വേജസ് 8000 അല്ലേ, അതിന്റെ 100% എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ 100% എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. 8000 × 100%. അതെത്ര? 8000 തന്നെ. അപ്പൊ 8000 ഇവിടെ വന്നു. അത്രയും കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡ് മുഴുവൻ കഴിഞ്ഞു. ഡെബിറ്റ് സൈഡ് മുഴുവൻ ഇപ്പൊ തൽക്കാലം കഴിഞ്ഞു. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതിയ നോക്കുക. നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ 840 എന്ന് എഴുതി. മെറ്റീരിയലിന്റെ സൈഡില് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് 840 ക്വാണ്ടിറ്റി എഴുതി. അതിന്റെ പ്രൈസും വെച്ചപ്പോ 33,600 എന്ന് നമ്മൾ എന്ത് ചെയ്തു, 33,600. അതിന്റെ എമൗണ്ട് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു, 33,600 എന്ന് കൊടുത്തു. 33,600. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര? ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വരുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ എമൗണ്ട് കോളത്തിൽ മാത്രമേ ഉള്ളൂ 5,924. ദെൻ പ്രൊഡക്ഷൻ പിന്നെ വേജസ്, ഡയറക്റ്റ് വേജസ് എത്ര? 8000. പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്ര? 8000 തന്നെ. അതിന്റെ 100% അല്ലേ? ഇത്രയും കിട്ടി. ഡെബിറ്റ് സൈഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലം കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോ നോക്കുക. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോ നോർമൽ ലോസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞു നോർമൽ ലോസിന്റെ ക്വാണ്ടിറ്റി 126 ആണ് എന്നല്ലേ? 126 എന്നല്ല പറഞ്ഞത്. ക്വാണ്ടിറ്റി സൈഡിൽ 126 എഴുതി. മനസ്സിലാക്കാനാട്ടോ പറയുന്നത്. നോർമൽ ലോസിന് ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചിട്ടുണ്ട് സ്ക്രാപ്പ് വാല്യൂ. അപ്പൊ 1260 നമുക്ക് എന്ത് ചെയ്യും, സ്ക്രാപ്പ് വാല്യൂ കിട്ടും. നല്ലോണം മനസ്സിലാക്കുക. 1260 സ്ക്രാപ്പ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും നോർമൽ ലോസില്. പിന്നെ നമ്മളോട് പറഞ്ഞത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, അതായത് പ്രോസസ് 2 എന്ന് കൊടുക്കുക തൽക്കാലം. അത് 750 യൂണിറ്റ് ആണ്. 750 യൂണിറ്റ് ആണ്. അപ്പൊ നോക്ക്, ആദ്യം യൂണിറ്റ് കോൾ ഒന്ന് ടാലിയാക്കി നോക്കൂ. 750 126 കൂട്ടിയാൽ എത്ര കിട്ടുക? 750 126 776 876 അല്ലേ വരിക? 876 വരൂലടാ.
ആണോ അല്ലേ? അപ്പൊ ഇവിടെ 876 വരുമ്പം ഒരു 36 യൂണിറ്റ് അധികമാണ്. 36 എന്നല്ല, 36 യൂണിറ്റ് അധികമാണ്. ഈ 36 യൂണിറ്റിനെ നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കും. ഇത് ഞാനിവിടെ സെപ്പറേറ്റ് എഴുതാൻ കാരണം എന്താണെന്നറിയോ? അപ്പുറത്തെ ആൻസർ ഉണ്ടാവുമ്പോ കൺഫ്യൂഷൻ ആവും. ഈ 36 എങ്ങനെ വന്നതെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ 3 എഴുതിയത്. 36 എങ്ങനെ വന്നത്? ഇവിടെ 126 നോർമൽ ലോസ് ഉണ്ട്. പ്രോസസ് 2ലേക്ക് മാറ്റിയത് 750. ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോ 876. ഇവിടെ 840 ഉള്ളൂ. അപ്പൊ ഇവിടെ 36 നമ്മൾ എന്ത് എഴുതി കൊടുക്കുക? അതിന്റെ പേര് അബ്നോർമൽ ഗെയിൻ എന്നാണ്. അബ്നോർമൽ ഗെയിൻ എന്നാണ്. എന്നിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കാണണം. എങ്ങനെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുക? ടോട്ടൽ കോസ്റ്റ് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതാ ഇവിടെ വരെയുള്ള എല്ലാ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുക. 33,600, 5,924, 8,000, 8,000. അതിന്ന് ഈ നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ കുറക്കുക. അതിന്ന് എന്ത് കുറക്കുക? നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ കുറക്കുക. നോക്കൂ, ഞാൻ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുകയാണ്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 55,524 വരും. അതിൽ നിന്നും 126 രൂപ 1,260 കുറച്ചാൽ 54,264 കിട്ടും. ഇതിനെ നമ്മൾ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് കുറക്കുക. ഇൻപുട്ട് എത്ര? 840 ആണ്. നോർമൽ ലോസ് ക്വാണ്ടിറ്റി എത്ര? 126 ആണ്. അത് കുറച്ചാൽ 714 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു യൂണിറ്റിന്റെ വില 76 രൂപയാണെന്ന് മനസ്സിലാക്കാം. ഒരു യൂണിറ്റിന്റെ വില 76 രൂപ. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്തേ. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പം കോസ്റ്റുകൾ മാത്രം എടുക്കുക. അബ്നോർമൽ ഗെയിൻ ഇവിടെ ഉണ്ട്, അത് എടുക്കരുത്. അത് ആൻസർ കണ്ടെത്താൻ വരുന്നേ ഉള്ളൂ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പം ഇവിടെ ഉള്ള മുഴുവൻ കോസ്റ്റുകൾ കൊടുക്കുക. എത്ര? 33,600, 5,920, 8. എന്നിട്ട് ഈ നോർമൽ ലോസിന്റെ സംഖ്യ മാത്രം എന്ത് ചെയ്യുക? കുറക്കുക. അപ്പൊ നമുക്ക് കിട്ടും എത്ര? 5,426. 5,426 നിന്നും ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ചെയ്യുമ്പോൾ 714 കിട്ടും. 76 കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കാൻ മുന്നോട്ട് പോവാണ്. ഇനി നമ്മൾ ചെയ്യുക, കോസ്റ്റ് യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്ത 750 യൂണിറ്റിന്റെ വില എത്ര? 750 ഇൻറ്റു 76 ചെയ്താൽ കിട്ടും. അത് എത്ര? 57,000. മറ്റത് അബ്നോർമൽ ഗെയിനിന്റെ വില എങ്ങനെ കിട്ടുക? അബ്നോർമൽ ഗെയിൻ 36 യൂണിറ്റ് ആണ്. 36 ഇൻറ്റു 76 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 2,736 കിട്ടും. 750 ആണ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ഇട്ടത്. അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 57,000 കിട്ടും. ഇവിടെ 36 യൂണിറ്റ് ആണ് അബ്നോർമൽ ഗെയിൻ. അതിന് 76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2,736. അപ്പൊ നമുക്ക് പ്രോസസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സംഖ്യകളും നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഒന്ന് കമന്റ് ചെയ്യടാ, പ്രോസസ് അക്കൗണ്ട് ഓക്കെ ആണോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യും. സ്പീഡില്. ഓക്കെ. ഇനി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടും ഉണ്ടാക്കണം. നോക്കുക, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഞാൻ സ്പീഡ് ആക്കുകയാണ്. അബ്നോർമൽ ഗെയിൻ എന്ന് എവിടെ എഴുതിയത്? പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയത്. അപ്പൊ നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ പ്രോസസ് അക്കൗണ്ട് 36 അതിന്റെ എമൗണ്ട് എഴുതി. അതിനുശേഷം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മുടെ നോർമൽ ലോസ് അക്കൗണ്ട് ഒന്ന് കാണുക. നോർമൽ ലോസിൽ നമുക്ക് ശരിക്കും ഈ 36 യൂണിറ്റിന്റെ സ്ക്രാപ്പ് വാല്യൂ കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 36 യൂണിറ്റ്, നമുക്ക് ഈ 126 ശരിക്കും നമുക്ക് നഷ്ടമുണ്ടോ? നമുക്ക് ശരിക്കും ഈ 126 നഷ്ടമില്ല. എത്ര നമുക്ക് നഷ്ടമുള്ളൂ? നമ്മൾ ശരിക്കും എടുത്തു നോക്കുക. 840 യൂണിറ്റ് ആണ് നമ്മുടെ അടുത്തുള്ളത്. അതിൽ 750 യൂണിറ്റേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ശരിക്ക് എത്ര നഷ്ടം വന്നിട്ടുള്ളൂ? 90 യൂണിറ്റേ നഷ്ടം വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ നഷ്ടം എത്ര? നോർമൽ ലോസിന്റെ നഷ്ടം എത്ര എഴുതിയേ? 126 എഴുതി. 90 126 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? ഈ 36 ആണ്. ഈ 36 ശരിക്കും സ്ക്രാപ്പിൽ വിൽക്കാൻ നമുക്ക് കഴിയോ? ഇല്ലേ? ഒരിക്കലും കഴിയൂല. ഇല്ലാത്ത സാധനം എങ്ങനെ വിൽക്കുക? സ്ക്രാപ്പായിട്ട് നമുക്ക് എത്ര ഉള്ളൂ? 90 യൂണിറ്റേ ഉള്ളൂ. 126 നമ്മൾ എന്തിനാ എഴുതിയേ? അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതണം. അപ്പോ ഈ 36 യൂണിറ്റിന് നമ്മൾ 36 × 10
360 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സസ് ആയിട്ട് നോർമൽ ലോസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാ, ഈ 36 × 360 നോർമൽ ലോസ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടില് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊണ്ടുവന്ന് എഴുതി, പ്രോസസ് അക്കൗണ്ട് 36 2736 എന്ന് എഴുതി. അതേസമയം ക്രെഡിറ്റ് സൈഡില് നോർമൽ ലോസ് 36, അതിന്റെ നോർമൽ ലോസിന്റെ വാല്യൂ ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതിനുശേഷം നമ്മൾ ടാലി ആക്കുക. അപ്പൊ എന്ത് വരും, 36 യൂണിറ്റ് 2736 എന്ന് വരും. ബാക്കി എമൗണ്ട് 2736 360 കുറച്ചാൽ 2376, അത് കോസ്റ്റിംഗ് പി ആൻഡ് എൽക്ക് പോകണം. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പോണത്, ടാലി ചെയ്യാൻ പോണത്. ഒന്നും കൂടെ പറയാ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എങ്ങനെ വരച്ചത് എന്നുള്ളത്. നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആണ്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആദ്യം പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു അബ്നോർമൽ ഗെയിൻ എന്ന്. അപ്പൊ നമ്മൾ പ്രോസസ് അക്കൗണ്ട് എന്ന് എഴുതുക. പ്രോസസ് അക്കൗണ്ട് എത്ര യൂണിറ്റാ, 36 യൂണിറ്റാ. അതിന്റെ വില ആയിരുന്നു 2736 ആണ്. 2736 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇതില് ഈ ക്വാണ്ടിറ്റിയില് 36 ക്വാണ്ടിറ്റി, നമ്മുടെ ഈ 36 ക്വാണ്ടിറ്റിയിലെ ഏറെ വന്ന് ഇതൊരിക്കലും നമുക്ക് സ്ക്രാപ്പിൽ വിൽക്കാൻ കഴിയൂല. അപ്പൊ ഇവിടെ 36 എന്ന് കൊടുക്കുക. അത് നമ്മളിവിടെ നോർമൽ ലോസ് എന്ന് എഴുതുക കേട്ടോ. നോർമൽ ലോസ് എന്ന് എഴുതുക. ആ 36ന് 360 രൂപ, 10 രൂപ വെച്ചിട്ടല്ലേ 360 കുറച്ചു. ഇനി നമ്മൾ അക്കൗണ്ട് ടാലി ആക്കാൻ പോവാണ്. ടാലി ആക്കുമ്പോൾ ക്വാണ്ടിറ്റി ടാലി ആക്കുക. ആദ്യം ക്വാണ്ടിറ്റി രണ്ടും ഈക്വൽ ആയി. എമൗണ്ട് ടാലി ആക്കുമ്പോൾ ഇവിടെ 2736 ആണ് കൂടുതൽ, അത് എഴുതുക. അത് രണ്ട് സൈഡിൽ എഴുതുക 2736. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക, ബാക്കി ഇവിടെ ഉണ്ടാവുന്ന കോസ്റ്റിംഗ് പി ആൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നെങ്കിലും എഴുതുക. കോസ്റ്റിംഗ് പി ആൻഡ് എന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക. എത്ര വരിക, 2436 അല്ലെ, അല്ല 2300, എത്ര വരുന്നടാ, 2736 360 കുറക്കുമ്പോ 2376 വരും. 2376. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്തേ. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് 36 യൂണിറ്റ് പ്രോസസ് അക്കൗണ്ട് എന്ത് ചെയ്തു, ഇത് വന്നു. നോർമൽ ലോസിൽ ഇല്ലാത്ത ലോസ് സർപ്ലസ് ആണ് നമ്മൾ കൊടുത്തത്, ഇല്ലാത്ത സ്ക്രാപ്പ് അത് നമ്മൾ ഇതിലൂടെ ഒഴിവാക്കി. ബാക്കിയുള്ളതേ ഗെയിൻ ഉള്ളൂ 2376. ഇങ്ങനെയാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഉണ്ടാക്കുക. ഒന്ന് റിപ്ലൈ തരിക കേട്ടോ. യെസ്. ഇനി നോർമൽ ലോസ് അക്കൗണ്ട് കൂടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോസ് അക്കൗണ്ട് നോക്കാം. റിപ്ലൈ ചെയ്യണം, പിന്നെ ഒന്നും കൂടെ പറയണമെങ്കിൽ വൺസ് മോർ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ ആണ്. നോർമൽ ലോസ് അക്കൗണ്ട്, നോർമൽ ലോസ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കുക. നോർമൽ ലോസ് എന്ന് പ്രോസസ് അക്കൗണ്ടിൽ എവിടെ എഴുതിയത്, ഇതവിടെ 126 1260. അപ്പൊ നോർമൽ ലോസ് അക്കൗണ്ടിൽ 126 1260 എഴുതി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ നമ്മൾ ഒരു നോർമൽ ലോസ് 36 360 കൊടുത്തിട്ടുണ്ട്. അതിവിടെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇപ്പൊ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ 126 1260 വന്നിട്ടുണ്ട്. ഇപ്പൊ ബാക്കി ഇവിടെ നമ്മള് 90 യൂണിറ്റിന്റെ ക്യാഷ് എന്നുള്ള രീതിയിൽ ആ 900 എന്താണ് നോർമൽ ലോസ് നമ്മൾ 90 വിറ്റു. ഇതിൽ നമുക്ക് 90 അല്ലേ ക്യാഷിന് 900 രൂപക്കല്ലേ വിൽക്കാൻ കഴിയുള്ളൂ. പ്രോസസ് അക്കൗണ്ട് ഗെയിൻ എന്ന് പറയോ, ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ് പറയാട്ടോ. ഇവിടെ നോക്കുക, നോർമൽ ലോസ് അക്കൗണ്ട് നോക്കുക. നോർമൽ ലോസ് ഞാൻ ഇവിടെ വരക്കാം. നോർമൽ ലോസ് അക്കൗണ്ട് എങ്ങനെ ചെയ്തത്, ആദ്യം പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നോർമൽ ലോസ് വന്നത്. അപ്പൊ ഇവിടെ ഡെബിറ്റ് സൈഡിലേക്ക് വരിക, പ്രോസസ് അക്കൗണ്ട് എഴുതുക. 126 ക്വാണ്ടിറ്റി, അതിന്റെ വില 1260. അതിനുശേഷം നോർമൽ ലോസ് നമ്മളൊരു 36 ക്വാണ്ടിറ്റി എങ്ങോട്ട് കൊണ്ടുപോയിന്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് പോയിന്. 36 360. ബാക്കി എന്താ ഉള്ളത് നോക്കുക. ബാക്കി ക്വാണ്ടിറ്റി ആദ്യം തീരുമാനാക്കുക. ബാക്കി ക്വാണ്ടിറ്റി 90. അപ്പൊ ഇവിടെ 126 ആവും, ഇവിടെ 126 ആവും. എമൗണ്ട് നോക്കുക 1260. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 1260 വരണം. ഇതിന് നമ്മളപ്പോ എന്ത് ചെയ്യണം, 900 എന്നിട്ട് 1260 വരും. യഥാർത്ഥത്തിൽ എന്താ അത് ഉദ്ദേശിക്കുന്നത്, നോർമൽ ലോസിൽ സ്ക്രാപ്പിൽ നമുക്ക് 90 വിൽക്കാൻ പറ്റുള്ളൂ. 36 ഇല്ലാത്ത സാധനം എങ്ങനെ വിൽക്കുക,
ആ വിറ്റ നമുക്ക് എങ്ങനെ കിട്ടുക? ക്യാഷ് അല്ലേ കിട്ടുക. ആ ക്യാഷ് എഴുതി ഇത് ക്ലോസ് ചെയ്യാം. നോർമൽ ലോസ് അക്കൗണ്ട് ഓക്കെ ആണോ നോക്കാം. നോർമൽ ലോസ് അക്കൗണ്ട് ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്ത് തരാം. പ്രവാഹ എങ്ങനെയാണ് അബ്നോർമൽ ഗെയിനിന്റെ ലോസ് അല്ല കേട്ടോ, അബ്നോർമൽ ഗെയിൻ ആണ്. അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ എങ്ങനെയാ കിട്ടിയത് എന്നല്ലേ ചോദിച്ചത്. അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ കിട്ടിയത് ഒന്നുമില്ല, കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയില്ല 76. കോസ്റ്റ് പെർ യൂണിറ്റ് 76 കിട്ടിയത് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? അത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. ആ 76 യൂണിറ്റിന് നമുക്ക് എത്ര അബ്നോർമൽ ഗെയിൻ ഉള്ളത്? 36 യൂണിറ്റ് ആണ്. ഈ 36 ഇൻറ്റു 36 യൂണിറ്റിന്റെ ഒരു യൂണിറ്റിന്റെ അബ്നോർമൽ ഗെയിനിന്റെ വില എത്ര? 76. കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2736 ഇത് കിട്ടുന്നില്ലേ? മുപ്പത്താറ് ഇൻറ്റു 76 2736 ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സെറ്റ് അല്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാന് എന്തിൽ തന്നതാണ്? നമ്മുടെ പ്രാക്ടീസ് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, എന്റെ ഒരു ഓർമ്മയിൽ ഇത് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഫോർ പ്രാക്ടീസിൽ തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ദ ഔട്ട്പുട്ട് ഫ്രം പ്രോസസ് എക്സ് ടോട്ടൽഡ് 2500. അതായത് ഔട്ട്പുട്ട് 2500 ഉണ്ട് എന്നാ പറഞ്ഞത്. ഔട്ട്പുട്ട് എത്രയാണ്? 2500. ഇറ്റ് വാസ് കൺസിഡേർഡ് ദാറ്റ് 200 യൂണിറ്റ്സ് വേർ അബ്നോർമൽ ലോസ്. 200 യൂണിറ്റ് എത്രയാണ്? എന്താണ്? അബ്നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് അലൗഡ് വാസ് 10%. എന്തിന്റെ 10%? ഇൻപുട്ടിന്റെ 10%. അഡീഷണൽ ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് വാസ് ആസ് അണ്ടർ മെറ്റീരിയൽ അറ്റ് റുപ്പീസ് 10 per യൂണിറ്റ്. മെറ്റീരിയൽ എത്രയാണ്? 10 രൂപ വെച്ചിട്ടാണ്. ലേബർ എത്രയാണ്? 8000 രൂപയാണ്. ഓവർ ഹെഡ് 6700 ആണ്. വേസ്റ്റേജ് എന്ന് പറഞ്ഞത് 5 രൂപയാണ്. വേസ്റ്റേജ് റിയലൈസ് ചെയ്തത് നോർമൽ ലോസ് 5 രൂപ വെച്ചിട്ടാണ്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് എന്താണ്? പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ഈ 2 അക്കൗണ്ടുമാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇൻപുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നോക്കൂ, ഔട്ട്പുട്ട് 2500 പറഞ്ഞു, അബ്നോർമൽ ലോസ് 200 പറഞ്ഞു, നോർമൽ ലോസ് 10% പറഞ്ഞു. എന്തിന്റെ 10%? ഇൻപുട്ടിന്റെ 10%. ഇൻപുട്ട് ഇവിടെ എവിടെ തന്നത്? തന്നിട്ടില്ല. ഇൻപുട്ട് തന്നിട്ടില്ല. തന്നണോ? തന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇതിന് പല രീതിയിൽ ചെയ്യാട്ടോ, വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് കിട്ടുന്ന നോർമൽ, ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഒന്നാമത്തെ വളരെ സിമ്പിൾ ആണ്. 2500 യൂണിറ്റ് നമുക്ക് ഇൻപുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഔട്ട്പുട്ടിലേക്ക് നമ്മുടെ ലോസ്, അബ്നോർമൽ ലോസ് ആയ 200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു. 2700 കിട്ടും. പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എത്രയാണ്? 2500. 2500 കിട്ടാൻ കാരണം എന്താ? അബ്നോർമൽ ലോസ് വന്നോണ്ടാ. അപ്പൊ അബ്നോർമൽ ലോസ് ഉള്ള 200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2700 നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആയിട്ട് പറയാൻ പറ്റും. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആയിട്ട് പറയാൻ പറ്റും. ഈ 2700 എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആണ് എന്ന് പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്തേ. രണ്ടേ 500 കിട്ടിയ ഔട്ട്പുട്ട്. ആ കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു അഡീഷണൽ ലോസ് വന്നുകൊണ്ടാണ് 2500 ആയത്.
ആ അഡീഷണൽ ലോസ് ആയ അബ്നോർമൽ ലോസും കൂടെ കൂട്ടിക്കൊടുത്ത ഇൻപുട്ട് അല്ല കിട്ടുക, പക്ഷെ എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിലേക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എത്ര? 2700 10% ഇൻപുട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ടോട്ടൽ ഇൻപുട്ട് കിട്ടും. പക്ഷെ അവിടെ പ്രശ്നം എന്താ? ഇപ്പോഴും 10% എത്രയെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ 2700 എന്ന് പറയുന്നത് 90% അറിയാം. എങ്ങനെ 90% പറഞ്ഞത്? 100 ഇൻപുട്ട്, അതില് നോർമൽ ലോസ് 10. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക? 90. അപ്പൊ 2700 ഇൻപുട്ട് അത് 90% ആണെങ്കിൽ അതിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടും. അത് 3000. അത് എത്രയാണ്? 3000. അത് 3000. പറഞ്ഞപ്പോ കൺഫ്യൂഷന് സാധ്യത നല്ല ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ പറയാം. ഡിസ്കഷൻ നല്ലപോലെ ഓർത്തു വെക്കാം. 2500 ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിലേക്ക് അബ്നോർമൽ ലോസ് ആയിട്ടുള്ള 200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. അത് എത്രയാണ്? 2700. ഈ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ആണ്. ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ഇൻപുട്ട് 100 ആണെങ്കിൽ നോർമൽ ലോസ് 10. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എത്രയാണ്? 90. ഓക്കെ, അപ്പോ 2700 ഹരിക്കണം 90 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് 3000 കിട്ടും. ഇൻപുട്ട് 3000 ആണെങ്കിൽ 3000ന്റെ 10% എത്രയാണ്? 300. ആ 300 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ള 2700 കിട്ടും. ഈ 2700 നമ്മൾ ഡിസ്കഷൻ വന്നത്. 2700 നമുക്ക് ഡിസ്കഷൻ വന്നിട്ടുള്ളത്. ആകെ അന്തം കിട്ടോ? അന്തം വിട്ടോ? ഓക്കെ ആണോ? പറഞ്ഞോ, മനസ്സിലായണോ? ഒന്ന് കമന്റ് ചെയ്യ്. യെസ് ഓർ നോ? ഇവിടെ ഞാനിത് ആവശ്യത്തിലേറെ ഒരുപാട് എഴുതി വെച്ചാണ്ടാ പറഞ്ഞത്. ഔട്ട്പുട്ട് 2500, അബ്നോർമൽ ലോസ് 200, നോർമൽ ലോസ് 10% ഓഫ് ഇൻപുട്ട് ആണ് എന്ന് പറഞ്ഞു. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് ഞാൻ ഇവിടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരുപാട് അഡീഷണലി നീട്ടിപ്പോയതാ. 200 പ്ലസ് 2500 എന്ന് പറഞ്ഞാൽ 2700 എന്ന് കിട്ടും. 2700 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആണ്. ആ 2700 ഹരിക്കണം 90 ഇൻറ്റു 100 ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇൻപുട്ട് 3000 കിട്ടും. അത്രേ അതുള്ളൂ. ആൾട്ടർനേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഒന്നും കൂടെ ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ഒന്നും കൂടെ ഒന്ന് റെക്കോർഡിംഗ് വന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. അല്ല വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് വന്നാൽ മതി. ഒറ്റ തവണയും കൂടെ ഞാൻ ഇനി ആകെ റവാഹ് മാത്രമാണ് കമന്റ് ചെയ്തത്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യും. 2500 ഔട്ട്പുട്ട്, എക്സ്പെക്റ്റഡ് അബ്നോർമൽ ലോസ് 200. ഈ 200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കിട്ടും എന്നുള്ളതാണ്. അത് 2700 ഈ 2700 എന്ന് പറഞ്ഞത് നോർമൽ ലോസ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ്. അതായത് 100ന്ന് 10% കുറച്ചാൽ 90% വരും. ആ 90 ഇൻറ്റു 100 ചെയ്താൽ 3000 എന്ന് കിട്ടും. അപ്പൊ ഇൻപുട്ട് 3000 കിട്ടി. ഇൻപുട്ട് 3000 ആണെന്നുണ്ടെങ്കിൽ നോർമൽ ലോസ് എത്രയാണ്? അതിന്റെ 10% അതായത് 300. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഡാറ്റകൾ എടുക്കാം. അപ്പം ഇൻപുട്ട് 3000, റോ മെറ്റീരിയലിന്റെ ഇൻപുട്ട് 3000 കിട്ടി. ആ 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ഒരു യൂണിറ്റിന് 10 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ 3000 ഇൻറ്റു 10 30,000 വന്നു. ലേബർ 8000 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓവർഹെഡ് 6700 അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോർമൽ ലോസ് 300 നമ്മളിപ്പോ കണ്ടെത്തി. നോർമൽ ലോസ് ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 300 ഇൻറ്റു 5 1500 അല്ലെ? അത്രേ ഉള്ളൂ. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. അതെങ്ങനെ കാണും? കോസ്റ്റ് പെർ യൂണിറ്റ് കാണൽ സിമ്പിൾ ആണ്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നോക്കാം. 30,000
പ്ലസ് 8000 പ്ലസ് 6700 എത്ര വരും? 44,700 വരും അല്ലെ? 44,700 അല്ലേ വരിക? യെസ്, 44,700 അവിടെ വരുന്നുണ്ട്. 44,700 മൈനസ് നോർമൽ ലോസിന്റെ 1500, പിന്നെ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്, അതായത് 30,000 മൈനസ് 300 അല്ലേ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോർമൽ ഔട്ട്പുട്ട്. അപ്പൊ 43,200 ഹരിക്കണം 2,700 എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിന്റെ വില 16 കിട്ടി. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള യൂണിറ്റ് ട്രാൻസ്ഫേർഡ് 2,500 ആണ്. 2,500 ഇൻറ്റു 16 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? യൂണിറ്റ് ട്രാൻസ്ഫേർഡിന്റെ കോസ്റ്റ് കിട്ടി. അബ്നോർമൽ ലോസ് ഇതേപോലെ തന്നെ 200 ഇൻറ്റു 16 ചെയ്ത് കഴിഞ്ഞാൽ 3,200 കിട്ടി. ഇവിടെ ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കൂ. 200 ഇൻറ്റു 16 3,200, 2,500 ഇൻറ്റു 16 40,000. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് ചെയ്യും? 44,600. ഇവിടെ 44,600 44,700 അല്ലെ? 44,700 രണ്ട് സ്ഥലത്ത്. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആണ്, അത് നോക്കുക. അബ്നോർമൽ ലോസ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അബ്നോർമൽ ലോസ് 200 3,200, അത് നമ്മുടെ അതേപോലെ ഇങ്ങോട്ട് വന്നാണ് 200 3,200. ഈ അബ്നോർമൽ ലോസിന്റെ ഈ 200 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റൂലേ? എങ്ങനെ? സ്ക്രാപ്പിൽ വിൽക്കാൻ പറ്റൂലേ? അപ്പൊ 200 ഇൻറ്റു 5 1000 രൂപ സ്ക്രാപ്പിൽ വിൽക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. അബ്നോർമൽ ലോസ് ആണ്. ലോസ് ആയിട്ടുള്ള സാധനം എത്രയാണ്? അബ്നോർമൽ ലോസ് എത്രയാണ്? 200 യൂണിറ്റ് ആണ്. അതിന്റെ വില എന്ന് പറയുന്നത് 3,200 ആണ്. 16 കൊണ്ട് 3,200. ഈ 200 യൂണിറ്റ് നമുക്ക് ലോസ് അല്ലേ? ഇത് പ്രോസസ് അക്കൗണ്ടിലൂടെ വരിക. ഈ 200 യൂണിറ്റ് നമുക്ക് ലോസ് അല്ലേ? അപ്പൊ നോർമൽ ലോസിലൂടെ നമുക്ക് ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിൽക്കാൻ പറ്റും. എത്ര? 200 യൂണിറ്റ് വിൽക്കാൻ പറ്റും, സ്ക്രാപ്പിന് വിൽക്കാൻ പറ്റും. അപ്പൊ 1000 രൂപ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോവുക. ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തു. ഈ ടോട്ടൽ എമൗണ്ടിന്റെ ടോട്ടൽ 3,200, ഇവിടെ 3,200 ഇട്ടു. അപ്പൊ 3,200 1000 കുറച്ച് കഴിഞ്ഞാൽ 2,200 നമുക്ക് എന്ത് ചെയ്യും? വരും. ഇതാണ് നമ്മളെ യഥാർത്ഥ ലോസ്. ഇതാണ് യഥാർത്ഥ ലോസ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? മാറ്റും എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആണ് ഈ കാണുന്നത് കേട്ടോ. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആണ് ഈ കാണുന്നത്. ഇതിൽ കൺഫ്യൂഷൻ വന്ന സാധനം ഇപ്പം വീണ്ടും ഞാൻ പറയാ, എന്താണ്? ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ സാധ്യതയല്ല. അത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നോക്കുക, ഇവിടെ വന്നിട്ടുള്ള കാര്യം ഒന്നും കൂടെ പറയാ. എങ്ങനെയാണ് ഈ നോർമൽ ലോസ് കണ്ടെത്തിയെന്നുള്ളതും ഔട്ട്പുട്ട്, ഇതിൽ കൺഫ്യൂഷൻ നല്ല സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്ന് നോക്കാം. 2,500 ആണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലോസ് ആണ്, അത് 200 ആണ്. ഈ ലോസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടായിരുന്നു. അത് എത്രയാണ്? 2,700 ആണ്. ഈ 2,700 എന്ന് പറഞ്ഞത് 10% നോർമൽ ലോസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇത് 90% എന്നർത്ഥം. അപ്പൊ 2,700 ഹരിക്കണം 90 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇൻപുട്ട് കിട്ടി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇൻപുട്ട് കിട്ടി. അത് എത്രയാണ്? 3,000. ഇനി ഈ 3,000ന്റെ 10% കണ്ട 10% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും? നോർമൽ ലോസും കിട്ടും. 300. 3,000ന്റെ 10% കണ്ട നോർമൽ ലോസും കിട്ടും. ഇതാണ് സാധനം. 2,500 2,500 കിട്ടിയ ഔട്ട്പുട്ട്, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, ഇത് രണ്ടും കൂടെ ചേർത്താൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് കിട്ടും. അത് എത്രയാണ്? 2,700 ആണ്. 2,700 എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ 90% കിട്ടുള്ളൂ. അപ്പൊ 2,700 ഹരിക്കണം 90 ഇൻറ്റു 100 ചെയ്തപ്പോ ഇൻപുട്ട് എത്ര കിട്ടിയെന്ന് കിട്ടി? 3,000. അതിന്റെ 10% 300. ഓക്കെ ആണോ? ഓക്കെ ആണോ? കാൽക്കുലേഷൻ ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നോർമൽ, ഇതേതിലെ അലമ്പുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. ഹലോ, ഇന്നിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. ആർക്കും ഒരു
എക്സ്പെക്ട് ചെയ്യുന്ന എക്സാമിന് വന്നതല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് ഒന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആക്കുന്ന ഇൻഡസ്ട്രി ഏതൊക്കെയാണെന്നുണ്ട്. കെമിക്കൽ, ഓയിൽ, ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അബ്നോർമൽ ലോസ് എന്താണ്, നോർമൽ ലോസ് എന്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അബ്നോർമൽ ഗെയിൻ എന്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അബ്നോർമൽ ലോസ് എന്താണ്, എക്സ്പെക്ടഡ് ലോസിനേക്കാളും കൂടുതൽ വരുന്ന ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അബ്നോർമൽ ലോസിന്റെ ഒക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് പിന്നെ ഞാൻ അഡീഷണലി എന്ത് ചെയ്തതാണ്, അബ്നോർമൽ ലോസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കൊടുത്തതാണ്. നോർമൽ ലോസ് ആണെങ്കിൽ ഗുഡ് യൂണിറ്റ് അബ്സോർബ് ചെയ്യും, അത് പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അബ്നോർമൽ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഇത് ചെയ്യണം, എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇല്ലേ, അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് പ്രോസസ് അക്കൗണ്ടിങ്ങിൽ ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഫോണിലെ ചാർജും ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. 2-3 ബാറ്ററി ലോ എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഇതിൽ പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ഷിൻവാലി ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരാളോ ഉണ്ട്, എന്റെ നമ്പർ അറിയോന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഇതിൽ ചോദിച്ചാൽ മതി. അപ്പൊ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി നാളെ കാണാം. നാളെ ഏത് ചാപ്റ്റർ ഞങ്ങൾക്ക് വേണ്ടിയെന്നൊന്ന് പറഞ്ഞാൽ മതി. ഏതാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള ഇത് എടുത്തു. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇന്റേണൽ എക്സാമിന് ചോദിച്ച ഈക്വലന്റ് അത് പറയോ? ഓക്കെ. ഈക്വലന്റ് പ്രൊഡക്ഷന്റെ ഞാൻ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ അത് ഞാൻ ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, ഇതിന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വരാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയറിൽ ഈ സിലബസിൽ ഇത് ഉണ്ടായിരുന്നില്ല, ഈക്വലന്റ് യൂണിറ്റിന്റെ ഉണ്ടായിരുന്നില്ല. ഈക്വലന്റ് യൂണിറ്റിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നാളെ ഒന്ന് കണ്ടു വെക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യാം, പിന്നെ ചെയ്യണ്ടേ, ഇപ്പൊ ഇനി ചാർജ് തീരല്ല, ബാറ്ററിയിലോ കുറെ ആയി വരാൻ. അത് ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണാം. നാളെ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, നാളെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എടുത്താലോ? അതല്ല വേറെ ഏതെങ്കിലും ചാപ്റ്റർ ആണോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ഇക്വേഷൻ ആ ചാപ്റ്റർ നാളെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ജോയിൻ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ്, ഓക്കെ, ജോയിൻ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റിന്റെ വീഡിയോ ഒന്ന് വന്നിട്ടുണ്ടെന്ന് കാണാം. ജോയിൻ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് നമുക്ക് നാളെ ജോയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ ഇന്നലെ എടുത്ത ക്ലാസിന്റെയും PDF ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മസ്റ്റ് ഡു ക്വസ്റ്റ്യൻസ് എന്നുള്ള ഏരിയയിൽ ആ PDF എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടാൽ മതി. ഇപ്പൊ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.